exercise 9.1 14th question. A 1.2 meter tall girl spots a balloon moving with the wind in a horizontal line at a height of 88.2 meter from the ground. The angle of elevation of the balloon from the eyes of the girl at any instant is 60 degree. After some time, the angle of elevation reduces to 30 degree. Find the distance traveled by the balloon during the interval. അപ്പൊ ഈ ക്വസ്റ്റ്യനില് ഫിഗർ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇൻ കേസ് അഥവാ ഫിഗർ തന്നിട്ടില്ല എങ്കിൽ പോലും ഫിഗർ തരാതെയാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിലും അതിന് ഫിഗർ വരയ്ക്കാൻ സ്വന്തമായി പ്രാക്ടീസ് ചെയ്തു വെച്ചിരിക്കണം. അപ്പൊ ഈ ഫിഗർ എങ്ങനെയാണ് ടെസ്റ്റിൽ തന്നിരിക്കുന്നത്, അതിനെ നമ്മൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ വായിച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ ആ ഫിഗറിനെ എങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എ 1.2 meter tall girl, that means the height of the observer is mentioned. അപ്പോ 1.2 meter, അപ്പൊ 1.2. ഈ ഒബ്സർവർ ഗ്രൗണ്ട് ലെവലിലാണ് നിൽക്കുന്നത്. ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു ലൈൻ വരച്ചു. ഒബ്സർവറിന്റെ ഫസ്റ്റ് സൈറ്റ്, ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങനെ പോകുന്നു. ഈ ഒരു ഗ്രൗണ്ട് ലെവലിന് പാരലായിട്ടുള്ള ഫസ്റ്റ് സൈറ്റ്. Spot a balloon moving with the wind in horizontal line at a height of 88.2 meter. അപ്പോ ഇവിടെ നിൽക്കുന്ന ഈ ഒബ്സർവർ മുകളിൽ കൂടി പറന്നു പോകുന്ന ഒരു ബലൂണിനെ സ്പോട്ട് ചെയ്യുന്നു at a height of 88.2 meter. അങ്ങനെയാണെങ്കിൽ ആ ബലൂണിന്റെ പൊസിഷൻ നമ്മൾ ഇങ്ങനെ 88.2 എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ ബലൂണിന്റെ ഫസ്റ്റ് പൊസിഷനെ ഈ ഒബ്സർവർ 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ് കാണുന്നത്. അതായത് ഇവിടെ നിന്ന് ഇതിന്റെ ടോപ്പിലേക്ക് ഇങ്ങനെ ഈ ബലൂണിലേക്ക് നോക്കിയാൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് 60 ഡിഗ്രി. ആഫ്റ്റർ സം ടൈം ദ ആംഗിൾ ഓഫ് എലിവേഷൻ റെഡ്യൂസസ് ടു 30. ഇങ്ങനെയുള്ള ഈ സൈറ്റ് കുറച്ച് കുറയുന്നു എന്നാണ് അതിനർത്ഥം. അതായത് 60 ഡിഗ്രി 30 ഡിഗ്രി ആയി മാറുന്നു. അതിനർത്ഥം ഈ ബലൂണിന്റെ പൊസിഷൻ ഇവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് ചേഞ്ച് ആയി എന്നാണ്. കാരണം 60യിൽ നിന്ന് കുറച്ചു മതി 30 ഡിഗ്രി ആംഗിൾ. അപ്പൊ 60യിൽ നിന്ന് ഇങ്ങനെ ആ സൈറ്റ് പോകുന്നുവെങ്കിൽ അതിനർത്ഥം ഇവിടെ എവിടെയോ ആണ് ബലൂണിന്റെ സെക്കൻഡ് പൊസിഷൻ. അവിടെ നമ്മളൊരു പോയിന്റ് സ്പോട്ട് ചെയ്യുന്നു. ആ പോയിന്റിലേക്ക് ഇതേ പോയിന്റിൽ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ അതിനെ സൂചിപ്പിക്കുന്ന ഒരു ലൈൻ കൂടി വരയ്ക്കുന്നു. ഇത് 30 ഡിഗ്രി എന്ന് പറയുന്നു. അപ്പോ രണ്ട് കേസിലും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ബലൂണിലേക്കുള്ള ഹൈറ്റിന് ഒരു ചേഞ്ചും ഇല്ല, വിച്ച് ഈസ് 88.2. ഇത് 88.2 ആണ്, ഇതും 88.2 ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ബലൂൺ ഈ ഒരു പൊസിഷനിൽ നിന്നും ഈ ഒരു പൊസിഷൻ വരെ എത്രയാണ് മൂവ് ചെയ്തത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അത് തന്നെയാണ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അത് തന്നെയാണ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ പിക്ചർ ടെസ്റ്റിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾസിന്റെ പേര് കൊടുക്കാം. ഇവിടെ 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. എ ബി സി ഡി ഇ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. ഒരെണ്ണം വിത്ത് 60 ഡിഗ്രി ആംഗിൾ ആൻഡ് അനദർ വൺ ഈസ് വിത്ത് 30 ഡിഗ്രി ആംഗിൾ. ഫസ്റ്റ് 30 ഡിഗ്രി ആംഗിളിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനു മുൻപ് ഈ 1.2 മീറ്റർ തന്നെയാണ് ഈ ഹൈറ്റും 1.2. ഇവിടെയുള്ള ഈ ഹൈറ്റും 1.2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഹൈറ്റ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ വരെയുള്ള ഹൈറ്റ് 88.2 ആണെങ്കിൽ ഇ ഡിയുടെ ലെങ്തും ബി സിയുടെ ലെങ്തും സെയിം ആയതുകൊണ്ട് ബി സി ഇസ് ഈക്വൽ ടു ഇ ഡി ഇസ് ഈക്വൽ ടു 88.2 മൈനസ് ഒബ്സർവറിന്റെ ഹൈറ്റ് ആയ 1.2 വിച്ച് ഈസ് ഈക്വൽ ടു 87 മീറ്റർ. ഇനി നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. കൺസിഡറിംഗ് റൈറ്റ് ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന ട്രയാങ്കിൾ അവിടെയുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ 88 ടോട്ടൽ ഹൈറ്റ്, അതിൽ നിന്ന് ഇതിന്റെ ലെങ്തും ഈ ബി സി എന്ന ലെങ്തും 87 എന്ന് മാർക്ക് ചെയ്തു. ഇത് 87, ഇതും 87. അങ്ങനെയാണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും കൂടി ചേർത്ത് നമുക്കൊരു ട്രിഗണോമെട്രിക് റേഷ്യോ എഴുതാം. ടാൻ 60 ഈസ് ഈക്വൽ ടു ബി സിയുടെ ലെങ്ത് ഡിവൈഡഡ് ബൈ എ ബിയുടെ ലെങ്ത്. ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ഡിയുടെ ലെങ്ത് ആണ്. അപ്പൊ ബി ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഡി തൊട്ട് എ വരെയുള്ള അല്ലെങ്കിൽ എ ഡിയുടെ ഫുള്ള് ലെങ്ത് കണ്ടുപിടിച്ച് അതിൽ നിന്ന് എ ബിയുടെ ലെങ്ത് മൈനസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ എ ബിയെ ഒരു സൈഡ് ആക്കിക്കൊണ്ട് ടാൻ 60 എന്ന റേഷ്യോ എഴുതിയത്. അടുത്തതില് എ ഡി ഇ എന്ന ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്ത് എ ഡിയുടെ ലെങ്ത് കണ്ടുപിടിച്ചാൽ എ ബി മൈനസ് ചെയ്യുമ്പോൾ ബലൂൺ മൂവ് ചെയ്തത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം.
അപ്പൊ ടാൻ 60യുടെ വാല്യൂ √3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ബി സിയുടെ ലെങ്ത് 87 ഡിവൈഡഡ് ബൈ എ ബി നമുക്ക് അറിയില്ല, അതിനെ നമുക്ക് എ ബി എന്ന് തന്നെ എഴുതാം, ഡിവൈഡഡ് ബൈ 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബി ഇസ് ഈക്വൽ ടു 87 ബൈ √3 എന്ന് കിട്ടും. കൺസിഡറിംഗ് ദ സെക്കൻഡ് ട്രയാങ്കിൾ, കൺസിഡറിംഗ് റൈറ്റ് ട്രയാങ്കിൾ ADE, അവിടെ നമുക്ക് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് അഡ്ജസന്റ് സൈഡ് ടാൻ 30 എഴുതാം, ഈസ് ഈക്വൽ ടു 30യുടെ ഓപ്പോസിറ്റ് സൈഡ് വിച്ച് ഈസ് DE അല്ലെങ്കിൽ ED ഡിവൈഡഡ് ബൈ AD. ടാൻ 30യുടെ വാല്യൂ 1 ബൈ √3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു DEയുടെ ലെങ്ത് 87 ഡിവൈഡഡ് ബൈ AD. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AD ഈസ് ഈക്വൽ ടു 87 √3 എന്ന ആൻസർ കിട്ടും. അപ്പോ ഇവിടെ നമുക്ക് AB യുടെ ലെങ്തും കിട്ടി, AD യുടെ ലെങ്തും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് BD യുടെ ലെങ്ത് ആണ്. BD ഈസ് ഈക്വൽ ടു AD മൈനസ് AB ഈസ് ഈക്വൽ ടു AD യുടെ ലെങ്ത് 87 √3 മൈനസ് AB യുടെ ലെങ്ത് 87 ബൈ √3, 87 ബൈ √3. ഡിനോമിനേറ്റർ 1 കൺസിഡർ ചെയ്യുന്നു, ഈസ് ഈക്വൽ ടു 1 into √3 വിച്ച് ഈസ് √3 അപ്പോൺ √3യും √3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 കിട്ടും, ഇൻറ്റു 87 മൈനസ് 87. ഇവിടെ നമുക്ക് 87 കോമൺ ആയി എഴുതിയാൽ 87 ഇൻറ്റു 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ √3 എന്ന് എഴുതാം. ഡിനോമിനേറ്റർ √3 ആയതുകൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 87 ഇൻറ്റു 3 മൈനസ് 1 വിച്ച് ഈസ് 2 ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു √3 വിച്ച് ഈസ് 3. 3യും 87ഉം കൂടി ഡിവൈഡ് ചെയ്യാം, 29. ഇനി ലെഫ്റ്റ് ഓവർ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ 29 ഇൻറ്റു 2 വിച്ച് ഈസ് 58 ഇൻറ്റു √3, 58 √3 മീറ്റർ. എല്ലാ മെഷർമെന്റ്സും മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എഴുതി വെക്കാം. Therefore, the distance moved by the balloon is 58 √3 meter. 15th question. A straight highway leads to the foot of a tower. A man standing at the top of the tower observes a car at an angle of depression of 30 degree, which is approaching the foot of the tower with a uniform speed. 6 seconds later, the angle of depression of the car is found to be 60 degree. Find the time taken by the car to reach the foot of the tower from this point. ഇവിടെ ഒരു ടവറിനെ കുറിച്ചാണ് പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ആ ടവറിനെ സൂചിപ്പിക്കുന്ന ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. ടവർ, ഈ ടവറിന്റെ ഗ്രൗണ്ട് ലെവലിലുള്ള ലൈൻ വരച്ചു. ഈ ടവറിന്റെ പൊസിഷൻ ഒരു ഹൈവേയിലാണുള്ളത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ടുവേർഡ്സ് ടവർ ഒരു ഹൈവേ പാസ് ചെയ്തു പോകുന്നു. ആ ഹൈവേയിൽ വരുന്ന ഒരു കാറിനെ ഈ ടവറിന്റെ മുകളിൽ ഇരിക്കുന്ന ഒബ്സർവർ വാച്ച് ചെയ്യുന്നു. ആ ഒബ്സർവറിന്റെ ഹൈറ്റ് ഇവിടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒബ്സർവറിന്റെ ഫസ്റ്റ് സൈറ്റ് ഇങ്ങനെ പോകുന്നു. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ടവർ ഒബ്സർവ് എ കാർ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രി. അപ്പൊ ഇവിടെ നിന്നും വരുന്ന ഒരു കാറിനെ ഇവിടെ ഇരിക്കുന്ന ഒബ്സർവർ ഫസ്റ്റ് സൈറ്റ് ഇങ്ങനെ പോകുന്നു. ആ ഒരു സൈറ്റിൽ നിന്ന് ഇതുവഴി വരുന്ന ഒരു കാറിനെ കാണണമെങ്കിൽ ഇങ്ങനെ നോക്കുന്ന ഫസ്റ്റ് സൈറ്റിൽ നിന്ന് ഇത്രയും താഴേക്ക് നോക്കിയാലേ അതിനെ കാണാൻ കഴിയൂ. അതായത് ഇവിടെ നമ്മൾ ഒരു ലൈൻ കൺസിഡർ ചെയ്താൽ ഇവിടെ ഫോം ചെയ്യുന്ന ഈ ആംഗിൾ ആണ് 30 ഡിഗ്രി, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ ആയിരിക്കും 30 ഡിഗ്രി. കാരണം ഈ രണ്ട് ലൈൻസും പാരലലാണ്. ഇതിനെ ട്രാൻസ്വേഴ്സലായി കൺസിഡർ ചെയ്താൽ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ സെയിം അല്ലെങ്കിൽ ഈക്വൽ എന്ന് പറയാം. ഇനി പറയുന്നത് 6 seconds later, ഈ കാറിനെ കണ്ട ആ സമയം കഴിഞ്ഞ് 6 സെക്കൻഡ് കഴിയുമ്പോൾ, 6 സെക്കൻഡുകൾ കഴിയുമ്പോൾ ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ കാർ ഈസ് ഫൗണ്ട് ടു ബി 60 ഡിഗ്രി. അതായത് ഇവിടെ നിന്നും ഒരു യൂണിഫോം സ്പീഡിലാണ് ഈ ടവറിന്റെ ഭാഗത്തേക്ക് കാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. 30 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ ഈ പോയിന്റിൽ കാണുന്ന കാർ ആഫ്റ്റർ 6 സെക്കൻഡ് ഇതിന്റെ സൈഡിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ എത്തുന്നു എന്ന് കൺസിഡർ ചെയ്താൽ ഈ പൊസിഷനിൽ നിന്ന് ഇവിടെയുള്ള കാറിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ അത് 60 ഡിഗ്രി ആണ് എന്ന് പറയുന്നു. കാരണം ഫസ്റ്റ് സൈറ്റ് ഇതാണ്. ഇവിടെ നിന്ന് 30 ഡിഗ്രിയിൽ നോക്കിയാൽ അതിന്റെ ആദ്യത്തെ പൊസിഷൻ,
ആ ഒരു ഫസ്റ്റ് സൈഡിൽ നിന്ന് 30 കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടി താഴേക്ക് ഇങ്ങനെ നോക്കിയാൽ മാത്രമേ ഇവിടെയുള്ള കാറിനെ കാണാൻ കഴിയൂ. അപ്പോ ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ ആണ് 60 ഡിഗ്രി. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, ടവറിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നു. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ട്രയാംഗിൾസിന് പേര് കൊടുത്താൽ എ ബി സി ഡി എന്ന് പേര് കൊടുക്കുന്നു. ഇവിടെ ആകെ നമുക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ 6 സെക്കൻഡ് എന്ന് മാത്രവും ഒരു യൂണിഫോം സ്പീഡിലാണെന്നും മാത്രമാണ്. ഈ സി എന്ന പോയിന്റിൽ നിന്നും ആ കാർ എ എന്ന പോയിന്റിൽ എത്താൻ എത്ര ടൈം എടുക്കും എന്ന് കണ്ടുപിടിക്കാൻ. അപ്പോ 6 സെക്കൻഡ് ആണ് ഡിയിൽ നിന്നും സി വരെ എത്താൻ എടുത്തത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ രണ്ട് ട്രയാങ്കിൾ എ ബി ഡിയും എ ബി സിയും കൺസിഡർ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഫിഗറിൽ നിന്നും രണ്ട് ട്രയാങ്കിൾ ഓരോ ട്രയാങ്കിൾ വീതം നമുക്ക് കൺസിഡർ ചെയ്ത് രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള എ ബി എന്ന സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പോ എ ബി ഡി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ കൺസിഡറിംഗ് റൈറ്റ് ട്രയാങ്കിൾ എ ബി ഡി കൺസിഡർ ചെയ്താൽ അവിടെയുള്ള 60 ഡിഗ്രി ആംഗിൾ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസന്റ് സൈഡ്, tan 60 ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ എ ഡി. tan 60 യുടെ വാല്യൂ √3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ എ ഡി. ഡിനോമിനേറ്റർ 1 കൺസിഡർ ചെയ്താൽ 1 into എ ബി വിച്ച് ഈസ് എ ബി ഈസ് ഈക്വൽ ടു എ ഡി into √3, എ ഡി into √3 എന്ന് കിട്ടും. അപ്പോ ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയി കൺസിഡർ ചെയ്യുന്നു. കൺസിഡറിംഗ് റൈറ്റ് ട്രയാങ്കിൾ എ ബി സി, അവിടെ tan 30 എഴുതിയാൽ എ ബി ബൈ എ സി എന്ന് എഴുതാം. tan 30യുടെ വാല്യൂ 1/√3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എ ബി, അതിന്റെ ലെങ്ത് നമുക്ക് അറിയില്ല, ഡിവൈഡഡ് ബൈ എ സി. നമുക്കിവിടെ എ ബി കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബി ഇൻറ്റു √3 ഈസ് ഈക്വൽ ടു എ സി, then എ ബി ഈസ് ഈക്വൽ ടു എ സി ഡിവൈഡഡ് ബൈ √3. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 ആയി കൺസിഡർ ചെയ്താൽ രണ്ട് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇക്വേഷന്റെ രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം, കമ്പയറിംഗ് 1 and 2. ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഉം കൂടി കൺസിഡർ ചെയ്താൽ രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡ് രണ്ടും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് എ ഡി ഇൻറ്റു √3 ഈസ് ഈക്വൽ ടു എ സി ബൈ √3 എന്ന് എഴുതാം. ഇവിടെ ഡിനോമിനേറ്റർ 1 കൺസിഡർ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എ സി ഈസ് ഈക്വൽ ടു എ ഡി ഇൻറ്റു √3 into √3 3 എന്ന് കിട്ടും. അപ്പൊ എ സിയുടെ ലെങ്ത്, ഈ ഫുള്ള് ലെങ്ത് എന്ന് പറയുന്നത് എ ഡിയുടെ 3 ഇരട്ടിയാണ്. അതായത് സി മുതൽ എ വരെയുള്ള ലെങ്ത് എ ഡിയുടെ 3 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ സി ഡിയുടെ ലെങ്ത് എന്ന് എഴുതിയാൽ സി ഡി ഇസ് ഈക്വൽ ടു എ സിയുടെ ഫുള്ള് ലെങ്തിൽ നിന്ന് എ ഡി മൈനസ് ചെയ്യുന്നതാണ് സി ഡി. അതായത് എ സി മൈനസ് എ ഡി എന്ന് നമുക്ക് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എ സിയെ നമ്മള് 3 into എ ഡി എന്നാണ് എഴുതിയത്, ഇതിനെ 3 എ ഡി എന്ന് എഴുതി വെക്കാം. അപ്പോ എ സിക്ക് പകരം 3 എ ഡി എന്ന് എഴുതുന്നു, മൈനസ് എ ഡി എന്നുള്ളതിന് പകരം നമ്മൾ എ ഡി എന്ന് തന്നെ എഴുതുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 2 എ ഡി എന്ന് എഴുതാം. ദാറ്റ് മീൻസ് സി ഡി ഈസ് ഈക്വൽ ടു 2 എ ഡി. സി ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എ ഡിയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സി തൊട്ട് ഡി വരെ ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം 6 ആണ്. അപ്പൊ ഡി തൊട്ട് എ വരെ എടുത്ത ടൈം കണ്ടുപിടിക്കാൻ ഇവിടെ സി ഡിയുടെ ലെങ്ത് എ ഡിയുടെ ഇൻറ്റു 2 ആണെങ്കിൽ, സപ്പോസ് എ ഡിയുടെ ലെങ്ത് 5 ആണെന്ന് ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ സി ഡിയുടെ ലെങ്ത് 10 ആണ്. ഇപ്പൊ ഇതിനെ നമ്മൾ കിലോമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ഡിയുടെ ലെങ്ത് 5 കിലോമീറ്റർ ആണെങ്കിൽ സി ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എ ഡിയെ 2 കൊണ്ട് ഗുണിക്കുന്ന 10 ആണ്. അപ്പോ 10 കിലോമീറ്റർ, സപ്പോസ് 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ 6 സെക്കൻഡ് ആണ് എടുത്തതെങ്കിൽ യൂണിഫോം സ്പീഡിൽ പോകുന്ന ഈ കാർ 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ഇതിന്റെ നേർ പകുതി അല്ലെങ്കിൽ അതിന്റെ ജസ്റ്റ് ഹാഫ് ടൈം ആയിരിക്കും എടുക്കുന്നത്. ഇവിടെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതി വെക്കാം, സിൻസ് ദ ഡിസ്റ്റൻസ് 2 AD ഈസ് കവേർഡ്, 2 AD എന്ന് പറഞ്ഞാൽ CD ആണ്, in 6 seconds. Therefore, the distance AD, ഈ ലെങ്ത് will be covered in 6/2 seconds. അതായത് ഇവിടെ എടുത്ത ടൈം എന്ന് പറയുന്നത് ഇതിന്റെ നേർ പകുതിയായിരിക്കും, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും, which is equal to 3 seconds. അപ്പൊ ഫൈനൽ ആൻസർ എഴുതി വെക്കാം, therefore the time taken by the car
to reach the foot of the tower from the point D is 3 seconds. 16th question. The angle of elevation of the top of a tower from 2 points at a distance of 4 meter and 9 meter from the base of the tower and in the same straight line with it are complementary. Prove that the height of the tower is 6 meter. Angles തന്നിട്ടില്ല, അതിന് പകരം അവിടെ കോംപ്ലിമെന്ററി ആംഗിൾസ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് 2 ആംഗിൾസ് 90 ഡിഗ്രി ആണെങ്കിൽ അതിനെയാണ് കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, പോസ് ചെയ്ത് വെച്ചതിന് ശേഷം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, ആൻസർ കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്യുക, വീഡിയോ പ്ലേ ചെയ്ത് തെറ്റാണെങ്കിൽ വീണ്ടും ചെയ്ത് നോക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വേണം എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കാൻ. എങ്കിലേ അത് നമുക്ക് എക്സാം വരെ മനസ്സിൽ ഓർത്തിരിക്കുകയുള്ളൂ, ഫാസ്റ്റ് ആയിട്ട് എഴുതാനും കഴിയും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അറ്റൻഡ് ചെയ്യാൻ കഴിയും. കാരണം 4 ടൈപ്പ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആംഗിൾ ഓഫ് എലിവേഷനിലെ 2 ടൈപ്പ്, ഒബ്സർവറിന്റെ ഹൈറ്റ് പറയുന്നതും പറയാത്തതും. ആംഗിൾ ഓഫ് ഡിപ്രഷനിലും സെയിം, ഹൈറ്റ് പറയുന്നതും ഹൈറ്റ് പറയാത്തതും. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ട്രിഗണോമെട്രിക് റേഷ്യോസിൽ സൈൻ, കോസ്, ടാൻ ഇതിന്റെ 3ന്റെയും 30, 45, 60 ഇത്രയും റേഷ്യോയും നന്നായി കാണാതെ പഠിച്ചിരുന്നാൽ ഏത് ക്വസ്റ്റ്യനും നമുക്ക് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ടവർ. അപ്പൊ ഒരു ടവർ നമ്മൾ വരച്ചു, അതിന്റെ ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു ലൈൻ ഫ്രം ദ പോയിന്റ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 4 മീറ്റർ ആൻഡ് 9 മീറ്റർ. ഈ ടവറിന്റെ ചുവട്ടിൽ നിന്നും 4 മീറ്ററിലും 9 മീറ്ററിലുമുള്ള 2 പോയിന്റ്സ്. അപ്പോ ഇവിടം തൊട്ട് ഈ ടവറിന്റെ ഫൂട്ട് വരെയുള്ള ഈ ഡിസ്റ്റൻസ് 4 മീറ്റർ. ഇനി ഈ പോയിന്റ് മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 9 മീറ്റർ. അത്തരത്തിലുള്ള 2 പോയിന്റുകൾ. ആ പോയിന്റുകളിൽ നിന്ന് ഇതിന്റെ ടോപ്പിലേക്ക് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ അതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പോയിന്റിലേക്ക് ഇവിടെ ഉണ്ടാകുന്ന 2 ആംഗിൾസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ 2 ആംഗിൾസും തന്നിട്ടില്ല, പകരം അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 90 ഡിഗ്രി കിട്ടുമെന്നാണ് പറയുന്നത്. അത് 50-50യുമല്ല. അങ്ങനെയാണെങ്കിൽ അറിയാൻ വയ്യാത്തത് കൊണ്ട് ആംഗിളിന്റെ കേസിൽ നമുക്ക് ആ ആംഗിളിനെ തീറ്റ എന്ന് കൺസിഡർ ചെയ്താൽ ഈ ആംഗിള് 90 മൈനസ് തീറ്റ ആയിരിക്കും. അപ്പൊ ഈ ട്രയാംഗിളിൽ നമുക്ക് പേര് കൊടുത്താൽ ABC ആൻഡ് D. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ പ്രൂവ് ചെയ്യേണ്ടത് ഈ ടവറിന്റെ ഹൈറ്റ് 6 മീറ്റർ ആണെന്നാണ്. അപ്പൊ ഇവിടെ ശരിക്കും ആൻസർ ആണ് 6 മീറ്റർ. ആംഗിൾസ് തന്നിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യുന്നത് പോലെ തന്നെ ഈ 2 ട്രയാംഗിളിനെ കൺസിഡർ ചെയ്ത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. കാരണം 2 ട്രയാംഗിളിനും കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് AB. അപ്പൊ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, കൺസിഡറിംഗ് റൈറ്റ് ട്രയാംഗിൾ ABC എന്ന റൈറ്റ് ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ തീറ്റ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും കൂടി ചേർത്ത് tan theta is equal to opposite side which is AB divided by adjacent side which is AC. തീറ്റയുടെ വാല്യൂ നമുക്ക് അറിയാത്ത സ്ഥിതിക്ക് tan theta നമുക്ക് അങ്ങനെ തന്നെ എഴുതി വെക്കാം. tan theta is equal to AB യുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, കാരണം അത് പ്രൂവ് ചെയ്യേണ്ടതാണ്. അപ്പൊ AB divided by AC യുടെ ലെങ്ത് നമുക്കറിയാം which is 9. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, AB is equal to 9 tan theta. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയി കൺസിഡർ ചെയ്യും. കൺസിഡറിംഗ് ദ സെക്കൻഡ് ട്രയാംഗിൾ അവിടെ നമുക്ക് എഴുതി വെക്കാം, കൺസിഡറിംഗ് റൈറ്റ് ട്രയാംഗിൾ ABD. അപ്പൊ നമുക്ക് ഇവിടെ 90 മൈനസ് തീറ്റ എന്ന ആംഗിളിന്റെ ടാൻ എഴുതാം. ടാൻ 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വിച്ച് ഈസ് AB ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഈസ് AD. ഇനിയും ടാൻ 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോട്ട് തീറ്റയാണ്. കാരണം കോംപ്ലിമെന്ററി ആംഗിളില് ടാൻ 90 മൈനസ് തീറ്റ കോട്ട് തീറ്റയാണ്. അത് എലിമിനേറ്റഡ് പോർഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. ഇത് കോംപ്ലിമെന്ററി ആംഗിൾസിന്റെ റേഷ്യോയിൽ വരുന്നതാണ്. ടാൻ 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോട്ട് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ടാൻ 90 മൈനസ് തീറ്റയ്ക്ക് പകരം എഴുതി വെക്കാം കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു AB യുടെ വാല്യൂ അങ്ങനെ തന്നെ എഴുതുന്നു, AB ഡിവൈഡഡ് ബൈ AD യുടെ ലെങ്ത് നമുക്കറിയാം വിച്ച് ഈസ് 4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ AB is equal to 4 into cot theta, 4 cot theta എന്ന് എഴുതാം, which is equation number 2.
ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈയിങ് 1 and 2. അപ്പോ 1ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ലെഫ്റ്റും റൈറ്റും മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ലെഫ്റ്റ് സൈഡ് എ ബി ആണ്. എ ബി ഇവിടെയുള്ള ലെഫ്റ്റ് സൈഡ് എ ബി. അപ്പൊ എ ബി ഇൻറ്റു എ ബി ഇസ് ഈക്വൽ ടു ഇവിടെയുള്ള റൈറ്റ് സൈഡ് 9 ടാൻ തീറ്റ. ഇവിടെയുള്ള റൈറ്റ് സൈഡ് ഇൻറ്റു 4 കോട്ട് തീറ്റ. എ ബി ഇൻറ്റു എ ബി സ്ക്വയർ ആണ് ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 4 36 ഇൻറ്റു ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ. ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടാൻ തീറ്റയായി തന്നെ എഴുതുന്നു. ഇൻറ്റു കോട്ട് തീറ്റയെ അതിന്റെ റെസിപ്രോക്കൽ വാല്യൂ എഴുതിയാൽ 1 ബൈ ടാൻ തീറ്റ എന്ന് എഴുതാം. ടാൻ തീറ്റയും കട്ട് ചെയ്താൽ അവിടെ 1 എന്ന ആൻസർ കിട്ടും. അപ്പോ ഇവിടെ നമുക്ക് എഴുതി വെക്കാം 1. അങ്ങനെയാണെങ്കിൽ എ ബി സ്ക്വയർ ആണ് 36. എ ബിയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 36 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6. അപ്പൊ എ ബി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6 ആണ്. അതിൽ ഹൈറ്റ് ആയതുകൊണ്ട് അത് മൈനസ് വരില്ല. ദാറ്റ് മീൻസ് എ ബി ഈസ് ഈക്വൽ ടു 6 മീറ്റർ എന്ന് എഴുതാം. അത് തന്നെയാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എഴുതി വെക്കാം therefore the height of the tower is 6 meter. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ഈ പോർഷനിൽ നിന്ന് പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് നന്നായി പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക.